പക്ഷേ എങ്ങനെ ഈ അലമാരക്കകത്തേക്കൊക്കെ ഇത് എത്തുന്നു എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ രാത്രികളിൽ പലപ്പോഴും ജനലും വാതിലുമൊക്കെ തുറന്നിടാറുണ്ട്. ഇപ്പോൾ ഓടിട്ട വീടുകളൊക്കെ ആണെങ്കിൽ ഓഫ് കോഴ്സ് മുകളിലൂടെ കടന്നു വരാൻ സാധ്യതയുണ്ട്. ഓടിടാത്ത ടെറസിട്ട വീടുകളാണെങ്കിൽ ഈ ജനലും വാതിലും തുറന്നിടുന്നത് തന്നെയാണ് പ്രശ്നം, അല്ലേ? അതായത് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ചൂട് കാരണം നമ്മൾ രാത്രി സമയങ്ങളിലൊക്കെ ജനാലയും വാതിൽ ഒരുപക്ഷെ അടച്ചിട്ടിട്ടുണ്ടെങ്കിൽ പോലും ജനാല തുറന്നിടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ജനാല സാധാരണഗതിയിൽ തറനിരപ്പിൽ നിന്ന് ഒരു 4 അടിയോ 5 അടിയോ ഉയരത്തിലായിരിക്കും. അപ്പോൾ അത്രയും ഉയരത്തിലേക്ക് മൂർഖനോ അത്തരത്തിലുള്ള വലിയ പാമ്പുകളൊന്നും കടന്നു വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ നമ്മുടെ ഒരു ശ്രദ്ധക്കുറവ് കാരണം ചിലപ്പോൾ പാമ്പിന് കണക്ടിവിറ്റീസ് നമ്മൾ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ടാവും. അതായത് ചിലപ്പോൾ ഒരു വളർന്നു നിൽക്കുന്ന ചെടിയായിരിക്കും, അത് ജനാലയുമായി മുട്ടി നിൽക്കുന്നതായിരിക്കും. അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെന്തെങ്കിലും ഉപകരണങ്ങൾ ഒരു വടി ചാരി വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു തൂമ്പ ചാരി വെച്ചിട്ടുണ്ടാവും. അതിലൂടെ കയറിയിട്ട് ഈ ജനാലിലൂടെ അകത്തേക്ക് കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം പാമ്പുകൾക്ക് കടന്നു വരാൻ പറ്റുന്ന കണക്ടിവിറ്റീസ് നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ വള്ളിച്ചെടി വീട്ടിലേക്ക് പടർത്തുന്നതിന് അത് പൂർണ്ണമായും ഒഴിവാക്കുക എന്നുള്ളതല്ല, പക്ഷേ അതിലൂടെ പാമ്പുകൾക്ക് കയറി വരാൻ പറ്റുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അത് എയർ ഹോളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നു, അല്ലെങ്കിൽ അത് വെന്റിലേറ്ററുമായിട്ടോ ജനാലയുമായിട്ടോ കണക്റ്റഡ് ആയിരിക്കുന്നു. അത്തരം സാഹചര്യം അപകടമാണ്. അപ്പോൾ അതിൻ്റെ അങ്ങനെ ഒരു പാമ്പിന് പ്രവേശിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കണക്ടിവിറ്റീസ്, അത്തരം ബ്രാഞ്ചസ് നമ്മൾ ക്രോപ്പ് ചെയ്ത് നിർത്തുക, അത്തരം ചില്ലകൾ നമ്മൾ ക്രോപ്പ് ചെയ്ത് നിർത്തുക, മുറിച്ച് മാറ്റുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. മറ്റൊരു കാര്യം, നിലത്ത് കിടന്നുറങ്ങുന്ന ഒരു സാഹചര്യമാണ്. ചൂട് കൂടുതലുള്ളത് കൊണ്ട് തന്നെ